എറണാകുളം ബ്രോഡ്വേയിലെ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടല്ലെന്ന് KSEB. മാലിന്യത്തിൽ നിന്നാകാം തീപിടിച്ചതെന്നാണ് നിഗമനം. സംഭവസ്ഥലത്ത് KSEB അധികൃതർ പരിശോധന നടത്തി. പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 12 കടകളാണ് കത്തിനശിച്ചത്. മിഡ്നൈറ്റ് 1:30 ഇൻഫർമേഷൻ കിട്ടിയത്. അത് പ്രകാരം ഒരു 8 ഫയർ ടെൻഡേഴ്സ് ഇവിടെ വന്നിരുന്നു. ഒരു 2:30, 3 o'clock വരെ ഫയർ ആൻഡ് റെസ്ക്യൂയുടെ ടീം ഇവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ദേ വർ ഏബിൾ ടു സക്സസ്ഫുള്ളി കൺട്രോൾ ദ ഫയർ. പേഴ്സൺക്കൊന്നും ആയിട്ടില്ല, പക്ഷേ കുറേ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. So we'll have a meeting today and ഇന്ന നാളേലി ആൻഡ് വാട്ട് പ്രിവെൻഷൻ ആക്ടിവിറ്റീസ് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, അർദ്ധരാത്രിയുണ്ടായ തീപിടുത്തം, പിന്നീട് ആ തീ അണയ്ക്കാൻ കഴിഞ്ഞു. അതിൻ്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ദിലീപ് കുമാർ, മണിക്കൂറുകളോളം വലിയ ആശങ്കയിലേക്ക് കൊണ്ടുപോയ ഒരു തീപിടുത്തമായിരുന്നു ബ്രോഡ്വേയിലുണ്ടായത്. പുലർച്ചെ 12:30 തീപിടുത്തം ഏതാണ്ട് 4:00 അണയ്ക്കാൻ സാധിച്ചത്. പക്ഷേ പിന്നീടും തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും പുക പിന്നീട് പടരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പിന്നീട് രാവിലെയാണ് ഫയർഫോഴ്സ് വന്ന് അത് പുക പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ KSEB ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്ത് പരിശോധന നടത്തി. ഷോർട്ട് സർക്യൂട്ട് അല്ല അപകടത്തിന് കാരണമെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. തൊട്ടടുത്ത് ഈ കടയ്ക്ക് തീപിടുത്തം സംഭവത്തായിട്ട് മാലിന്യ കൂമ്പാരം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് വ്യാപാരികളടക്കം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കോർപ്പറേഷന്റെ അധികൃതരുടെ ഭാഗത്തും വലിയ വീഴ്ച സംഭവിച്ചെന്നൊരു പരാതി ഈ വ്യാപാരികളടക്കം ഉന്നയിക്കുന്നുണ്ട്. അല്പസമയത്തിനകം മേയർ VK മോളും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ ദീപക് ജോയും ഈ സ്ഥലം സന്ദർശിക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 12ഓളം കടകളാണ് ഇത്തരത്തിൽ കത്തി നശിച്ചത്. ഫാൻസി കടകളും അതോടൊപ്പം തന്നെ കളിപ്പാട്ട കടകളുമാണ് ഇത്തരത്തിൽ കത്തി നശിച്ചത്. ഏതാണ്ട് 4 നിലയിലുള്ള ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലെ 12ഓളം കടകൾക്ക് തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു. ഉടൻ തന്നെ അവിടെ ഈ വ്യാപാരികളടക്കം ഫയർഫോഴ്സിനെ അറിയിച്ചതുകൊണ്ടാണ് ഈ മറ്റ് കൂടുതൽ കടകളിലേക്ക് തീ പടരാതിരിക്കാനുള്ളൊരു ജാഗ്രത ഫയർഫോഴ്സിന്റെ ഭാഗത്തും ഉണ്ടായത്. എന്തായാലും ആളപായം ഇല്ല എന്നുള്ളത് ആശ്വാസമാണ്. പക്ഷേ എന്താണ് തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തമായ നിഗമനത്തിലെത്തിയില്ല. പക്ഷേ മാലിന്യ കൂമ്പാരം പടർന്നതാകാം എന്നൊരു നിഗമനത്തിലാണ് നിലവിലുള്ളത്. അല്പസമയത്തിനകം മേയറും അതോടൊപ്പം ഡെപ്യൂട്ടി മേയറും സ്ഥലം സന്ദർശിക്കും. എറണാകുളം ബ്രോഡ്വേയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നാണ് KSEB പറയുന്നത്. വിവരങ്ങൾ നൽകിയത് എറണാകുളത്ത് നിന്ന്, കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.